TP കേസ് പ്രതികളിൽ നിന്ന് ഉൾപ്പെടെ പണം കൈപ്പറ്റിയ DIG വിനോദ് കുമാറിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്ക് വേണ്ടിയും വിനോദ് കുമാർ പണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഓം പ്രകാശുമായും പുത്തൻപാലം രാജേഷുമായും ബന്ധമുള്ളവരുടെ അക്കൗണ്ടുകളിൽ നിന്നും വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണമെത്തി. അതേസമയം വിജിലൻസ് ഡയറക്ടർ പോലീസ് മേധാവിക്ക് വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ഉന്നത ഉദ്യോഗസ്ഥനായതിനാൽ അച്ചടക്ക നടപടി എന്തെന്നതിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കും. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, ഈ DIG വിനോദ് കുമാറിന് കുപ്രസിദ്ധ ഗുണ്ടകളുമായി അടക്കമുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 ആണ് ഇതുമായി ബന്ധപ്പെട്ട വിനോദ് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയത്. അങ്ങനെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. TP കേസ് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നടക്കം ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയിരുന്നു പരോൾ അനുവദിക്കുന്നതിന് വേണ്ടിയെന്ന്. അതിനുശേഷം വീണ്ടും ഈ പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് ഓം പ്രകാശിന്റെയും പുത്തൻപാലം രാജേഷിന്റെയും സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നുകൂടി പണം എത്തിയിട്ടുണ്ട് DIG വിനോദ് കുമാറിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് എന്ന് വിജിലൻസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ തരത്തിൽ ഇങ്ങനെ കാപ്പ കേസ് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അടക്കം വലിയ തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് DIG വിനോദ് കുമാർ എന്നാണ് കണ്ടെത്തൽ. നേരത്തെ തന്നെ പുറത്തു വന്നതുപോലെ ഒന്നുകിൽ ഇവർക്ക് പരോൾ ലഭിക്കുന്നതിന് തൊട്ടുമുമ്പോ അതല്ലെങ്കിൽ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷമോ ഫോണിൽ വിനോദ് കുമാറുമായി ഇവരുടെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധപ്പെട്ടതിന്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഇതടക്കമുള്ള കാര്യങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര നാളായി വിനോദ് കുമാർ ഇങ്ങനെ പണം കൈപ്പറ്റിയിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ്. അത് സ്ഥിരീകരിക്കുന്നതിനോട് വിശദമായി ബാങ്ക് വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് വിജിലൻസ്. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുമുണ്ട്. അതേസമയം നിലവിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി അടക്കം കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമായിരിക്കും സർക്കാരുമായി കൂടിയാലോചിച്ച്, ആഭ്യന്തര വകുപ്പുമായി കൂടിയാലോചിച്ച്, ആഭ്യന്തര വകുപ്പിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം വിനോദ് കുമാറിന്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് വേണ്ടതെന്ന കാര്യത്തിൽ ധാരണയിലേക്ക് എത്തുക. കാരണം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് സമാനതകളില്ലാത്ത കൈക്കൂലി ആരോപണം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അത് സേനയ്ക്കാകെ അവമതിപ്പുണ്ടാക്കിയെന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്. ആ പശ്ചാത്തലത്തിലായിരിക്കും കടുത്ത നടപടികൾ വിനോദ് കുമാറിനെതിരെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നത്.